അതേ സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം വന്നില്ലേ? അതേ ചോദ്യം തന്നെയാണ് എന്റെ മനസ്സിലും വന്നത്. എന്തിനാണ് ആ കരണ്ട് ഇവിടെ വെച്ചേക്കണ? പ്രശ്നം ഞോണ്ടാൻ വേണ്ടിട്ടാ. ഈ സഹോദരൻ കരിവാട് തിന്നാലും കയ്യിൽ ബിരിയാണിയുടെ മണം ഒരിക്കുമല്ലേ എപ്പോഴും. മൂലക്കിരുന്ന കരണ്ടിക്ക് ഒരു കൺഫ്യൂഷൻ ആക്കാണ് എന്തിനാണ് അതിനവിടെ വെച്ചേക്കണേന്ന്. പിന്നെ അതാണ്ട് ഇത് ഇവർക്കൊന്ന് ജയിലറിൽ ഇപ്പൊ തമന്ന കളിക്കുന്ന പുതിയൊരു പാട്ടുണ്ടല്ലോ, ക്ലിക്കായ ആ സാധനം ഇവൻ കണ്ടില്ല കേട്ടോ. എങ്കിൽ ആ മാവിന്റെ മുകളിൽ ആ സ്റ്റെപ്പ് എടുത്തന്നെ എങ്കിൽ സെറ്റ് ആയിരുന്നു കാണാനായിട്ട്. ഇത് കണ്ടതിന് ശേഷം മൈ ടമ്മി ഫീലിംഗ് വെരി ഫണ്ണി. സത്യം പറഞ്ഞു ഈ പ്രവർത്തി രണ്ട് തൊട്ടപ്പുറത്ത് വേസ്റ്റ് കൊണ്ടിരുന്ന പന്നി വരെ ചെതറി ഓടിയതാണ് ഞാൻ അറിഞ്ഞത്. ചിലപ്പോ അവൻ കാലിൽ ആണി വെച്ച് എയർ ബബിൾസ് കുത്തി പൊട്ടിക്കുന്നതാവാം ഏത്. പിന്നെ ഇത് ഇന്നവർ ഐസ്ക്രീം വെച്ച് നൂഡിൽസ് ഉണ്ടാക്കി, നാളെ പാഷാണം വെച്ച് പാലട ഉണ്ടാക്കുന്ന ആര് കണ്ടു? ഡാർക്ക്. ഇത്ര നേരം ഫുഡ് കണ്ട വേർത്ത് നിങ്ങൾക്ക് ഞാൻ വേറൊരു വീഡിയോ കാണിച്ചിട്ടാ. ഇത് കണ്ടു, ഒരു സാധനം പോലും തറയിൽ പോവാതെ ഫുള്ളായിട്ട് അയാൾ ഏറെ നിർത്തിയിട്ടുണ്ടത്. അഭിമാന നിമിഷമാണ്. ഇതാ കണ്ടോളൂ. അയ്യോ, ആയുസ് അങ്ങനെ തലയിൽ ഇടിച്ച് കുതിച്ചു പോകുന്ന നോക്ക്. ഇതാണ് തലക്കി സർബത്ത്. സാരല്ലേണ, അടുത്തവണ വലിയൊരു ചെമ്പ് കയ്യിൽ വെച്ച് ട്രൈ നോക്കിയാൽ മതി. ഇതൊക്കെ എന്ത് എല്ലാവർക്കും നടക്കണല്ലേ. സഹൃദയരെ, ഭക്ഷണ വിശ്വാസികളെ, എന്നും നിങ്ങളുടെ മുന്നിൽ മുഷിഞ്ഞ ഭക്ഷണവും അശുദ്ധി അറുക്കലും അവതരിപ്പിക്കുന്ന ഞാനിന്ന് പാശ്ചാത്യ രാജ്യത്ത് എവിടെയോ പ്രോഗ്രാം ചെയ്യപ്പെട്ട ഫാക്ടറിയിലെ പഞ്ചാര മുട്ടായിയുടെ പ്രൊഡക്ഷൻ കാണിച്ചു തരാം. സുഹൃത്തുക്കളെ, ഈ ലോകത്തൊന്നും പൂർണ്ണ ധാർമ്മികതയോട് യാതൊന്നും നടക്കില്ല. പരിശുദ്ധിയുടെ പവിത്രത അവർ കാത്തപ്പോൾ പഞ്ചാര കൊണ്ട് പ്രാണൻ എടുക്കാനുള്ള പഴുതുകളെല്ലാം അവർ അടച്ചു. എന്നിരുന്നാൽ ഇന്ന് നമ്മൾ ഹൈജീനെ പറ്റി സംസാരിക്കുന്നത് കൊണ്ട് അത് മറ്റൊരു വിഷയം. എന്റെ അഭിപ്രായത്തിൽ വൃത്തിയുള്ള ആഹാരശാല അത് നിധി സമാനം. സൗത്ത് കൊറിയയിലെ ഏതോ കാഞ്ഞിരമരത്താണ് ഈ ഉൽപ്പന്ന കേന്ദ്രമുള്ളത്. ഇരു കൈകളിലും ഗ്ലൗസ്, ദേഹം പൊതിഞ്ഞ വസ്ത്രം, നല്ല വൃത്തിയുള്ള പരിസരം, പ്രദേശം, പാത്രങ്ങളെല്ലാം അതിമനോഹരം, അസംസ്കൃത വസ്തുക്കളും പരിശുദ്ധം. അതിമനോഹര സാഹചര്യത്തിൽ വൃത്തിയോട് വിഷമുണ്ടാക്കി തന്നാലും മേടിച്ചു കുടിച്ച് വിഷാദമില്ലാതെ മയ്യത്താകാം. ഇതിപ്പോ ഞാൻ എന്ത് പറയാൻ, ഇത്രയും വൃത്തി ന്യൂക്ലിയർ ഗ്രന്ഥശാലയിൽ പോലും കാണില്ല. ആക്ച്വലി ഈ രൂപം കണ്ടപ്പോ ഞാൻ കരുതി യുറാനിയൻ ടെസ്റ്റിന്റെ ലാബിൽ യൂണിവേഴ്സൽ ടെസ്റ്റ് നടക്കുവാണെന്ന്. സ്വച്ഛ് ഭാരതായി എന്റെ ഇന്ത്യ പുച്ഛം വാരി കൂട്ടുന്നത് ഈ ഒരു തലത്തിലാണ്, വൃത്തിയുടെ തലത്തിൽ. ഇത്ര ആഡംബരത്തിലൊക്കെ മുട്ട കൊണ്ടോക്കൊണ്ട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു മുട്ടയ്ക്ക് കിഡ്നിയുടെ വില കാണോ? സഹോദരി ഭക്ഷണ വിശ്വാസികളെ, നമ്മൾ ഇവിടെ നിന്ന് നീട്ടി ചൈനക്കാരെ തന്തയ്ക്ക് വിളിക്കും. എന്നാൽ ഇവിടെ ഓരോ മഹാപരാധന്മാരെ നോക്കൂ. ഇവനൊക്കെ ഡീമണിന് ഹ്യൂമൻ ഫോം ആണ്. ഓരോ ലൂസ് പന്നികൾ, ഇവനൊക്കെ ചാവുമ്പോ തല ഫെർമെന്റേഷൻ ചെയ്തെടുത്ത് ഫ്രിഡ്ജ് വെക്കണം. ഇങ്ങനെയുള്ളവന്മാരെല്ലാരും പിടിച്ച് ചൈനയിലോട്ട് ഷിപ്പ് ചെയ്ത് വരണം. അടുത്തത് ഉടുപ്പിനെ തലക്കടിച്ചു വന്ന് അതിന്റെ നാക്ക് പിഴുതെടുത്ത് തിന്ന് 2 മൈൽ ഓടണം, എന്നാലേ ദഹിക്കൂ. ഇവനൊക്കെ ഏത് ഗ്രഹത്തിലാണെന്നോ ജീവിക്കുന്ന സോമാലിയൻ സന്യാസി. ഇദ്ദേഹത്തിന്റെ മാതാശ്രീ ഞാൻ കാണിച്ചു തരട്ടെയോ? ദേ നോക്കൂ, കാറ്റിൻ ഫാറ്റ് ഷേപ്പ്. ആഹാരം എന്ന നിലയ്ക്ക് ഇത് കഴിക്കുന്ന കണ്ടാൽ അന്നപൂർണേശ്വരി വരെ ശങ്കിച്ചു പോകും. ചേച്ചിയെ പച്ചക്കുന്ന കൊച്ചുങ്ങളുണ്ടാവില്ലെന്നാണ് ചൊല്ലി. ഞാൻ ഒരു കാര്യം പറട്ടെ, വറുത്തരച്ച മീൻകറി എന്ന് കേട്ടിട്ടുണ്ടാ? പൊരിച്ച മീനും പൊട്ടുമെന്ന് കേട്ടിട്ടുണ്ടാ? എവിടെ? ഇതൊക്കെ ഇമ്പമൂത്ത കമ്പികളാണ്. പാർലേജിയുടെ പൈസയും പോപ്പിൻസിന്റെ നിറവും പിന്നെ ഇവിടൊക്കെ ഇന്ത്യന്മാരുടെ മുടക്കും. ലോകത്തൊരിക്കലും അതിനൊരു വ്യത്യാസവും ഉണ്ടാവൂല. ഇത് കാണുമ്പോ എന്റെ മനസ്സ് പറയുന്നു, തീനമെന്ന കോഴിക്ക് ക്യാൻസർ തോരൻ കൂട്ട്. എടാ മുതുക്കും ഇത്രമ, ഇന്ത്യയിലുള്ളവരെല്ലാം എന്റെ സഹോദരി സഹോദരന്മാരാണെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്തുകൊണ്ട് മാത്രം നിന്റെ 32 പല്ലിനെ നിന്റെ 3-4 തന്തമാരെ ഞാൻ ഒന്നും പറയുന്നില്ല. മാദേവ, എനിക്ക് മനഃശാന്തി നൽകൂ നീ. സഹോദരി ഭക്ഷണ വിശ്വാസികളെ, കാറ്റ് നിറച്ച ലേസും കെമിക്കൽ കുറുക്കുറയേക്കാളും കേമൻ ഇവൻ തന്നെ. മിക്കവാറും മൂക്കത്ത് വിരലും മുഖശുണ്ടിയും തോന്നാം ചിലർക്കെങ്കിലും. കടൽ കൊഞ്ചും കക്കയും കണവയും തിന്നാമെങ്കിൽ ഇതും തിന്നാം. പൊരിച്ച പുൽച്ചാടിക്ക് പൊളപ്പൻ ടേസ്റ്റ് എന്നാണ്. കഴിക്കും മുമ്പ് ഇവന്മാരെ ഒന്ന് കുളിപ്പിക്കണം. തേച്ചൻ തിളച്ച എണ്ണയിലിട്ട് പൊരിച്ച് കല്ലുപ്പ് വിതറി കഴിക്കണം. കരമുറയെന്ന് കഴിക്കുമ്പോൾ കരമുരയെന്ന് ശബ്ദം വരും. നല്ല മുരിഞ്ഞ പുൽച്ചാടി കഴിച്ചാൽ ഗണനത്തിൽ ഗുണം വരുമെന്നാണ് ഗംഗാധർ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം, ബഗ്സ് ആർ ദി ഫുഡ് ഓഫ് ദ ഫ്യൂച്ചർ. അല്ലേ ഞാൻ നിർത്താൻ, ഗാലറി ഇരുന്ന് ഗർഭത്തെ പറ്റി ഗുമസ്തിക്ക് എളുപ്പമാണല്ലേ. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഈ സഹോദരനെ നോക്കൂ. മലയാള സിനിമയിലേക്കാണ് ഞാൻ 3 മെയിൻ സ്ട്രീം നായകന്മാരെ ഒരുമിച്ച് കണ്ടിട്ടുള്ള. എന്നാൽ ഈ ത്രിമൂർത്തികളെ തിളപ്പിക്കാൻ ശേഷിയുള്ള അങ്ങേ തെരുവോരത്തെ തേവട്ടിയൻ. അതിൽ അസാധ്യ വിഷം, പിന്നെ അതിന്റെ മുകളിൽ അധിക വിഷവും. കൊള്ളാണ്. ഈ കെമിക്കൽ എടുത്ത് സർക്കാർ ആശുപത്രി കൊണ്ടുകൊടുത്ത് അവരതെടുത്ത് മോർച്ചറി ഉപയോഗിക്കും. ഈ കളർ നിറക്കുന്ന ഒരു കലയാണെങ്കിൽ കലാസാഹിത്യ അക്കാദമി അവാർഡ് നിനക്ക് തന്നെ. ഇത് ജിലേബി ഉണ്ടാക്കാൻ ശർക്കര തിളപ്പിക്കുന്നതാണോ? അല്ലെങ്കിൽ നിറം കൂടാനുള്ള നിലവിളികൾ നീർനിഴലിന്റെ കാലം മുതലേ ഉണ്ട്. ഇവിടെ ആൾ രൂപത്തിനെ നിറം കൂടണം, പിന്നെയാണ് ആഹാരത്തിന്. നീ നിറം പറഞ്ഞു കളിക്കില്ല, നിറം പറഞ്ഞു കളിച്ചാൽ നീ റേസിസ്റ്റ്. സുഹൃത്തുക്കളെ, എഞ്ചിൻ ഓയിൽ വെച്ച് പുതിയ റെസിപ്പി ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കാണിച്ചു തരുന്നതായിരിക്കും. ഇത് എഞ്ചിൻ ഓയിലാണോ അതോ ക്രൂഡ് ഓയിലാണോ എന്നുള്ളൊരു സംശയം മാത്രമേ എനിക്കുള്ളൂ. ഒട്ടും വൈകാതെ തന്നെ ഇത് ഉണ്ടാക്കുന്ന മാമനെ തേടി ആ എണ്ണ എടുക്കാനായിട്ട് റഷ്യയിൽ നിന്നും അമേരിക്കയിൽ നിന്നും സൗദിയിൽ നിന്നും വരെ ആൾക്കാർ എത്തും. ക്രൂഡ് ഓയിലാണെന്ന് കരുതി. ആ എണ്ണ എന്റെ ഫ്യൂച്ചറിനെക്കാളും ഡാർക്കാണല്ലോ ശിവനീ. ആ ഓയിലിന്റെ കെട്ടനാറ്റം അടിക്കാതിരിക്കാൻ വേണ്ടി അറിയാൻ വയ്യ. മാമ എന്തായാലും മുഖത്ത് മാസ്ക് വെച്ചിട്ടുണ്ട്. ഒരു തരത്തിൽ ഇത് യൂസ് ടു എഞ്ചിൻ ഓയിലൊക്കെ റീസൈക്കിൾ ചെയ്യാനുള്ള പുതിയൊരു വഴിയായിരിക്കാം. ഇനി ശരിക്കും റെയിൽവേയിൽ ബ്ലാക്ക് ഓയിൽ ഉണ്ടെങ്കിൽ എന്റെ അറിവില്ലായ്മയെ കണ്ട് നിങ്ങൾ എന്നെ തിരുത്തുമല്ലോ അല്ലോ. ആ പൊട്ടണ മുട്ട പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്റെ ഒരു ചാനൽ ഉണ്ടായിരുന്നു യൂട്യൂബ്, അതിൽ 2 സ്ട്രൈക്ക് കിട്ടിയത് ഒരു ഉടഞ്ഞ തന്നെ പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം. ഞാൻ അതിന്റെ ഒരു ലിങ്ക് ബയോയിൽ ഇട്ടിട്ടുണ്ട്. സെക്കൻഡറി ചാനൽ എന്ന് പറഞ്ഞ കെയർ സബ് ചെയ്യണം, അല്ലെങ്കിൽ ഇതെല്ലാം അടിച്ചു പോകും. അതുകൊണ്ടാണ് കേട്ടോ. പ്ലീസ്. ചൂപ്പിസ്ഥാനോ എന്ന് കേട്ടിട്ടില്ലേ? അതായത് ചൂപ്പി കുടിക്കുന്ന ഐസ്ക്രീം. ഇതും നേരത്തെ കണ്ട അതും ഇന്ത്യയിലല്ലെന്നാണ് എന്റെ ഒരു വിശ്വാസം. എവിടെയാണെങ്കിലും ഇത് കഴിച്ചവന്റെ ആസനത്തിൽ അമിട്ട് വെച്ചൊരു ഫീലിംഗ് കിട്ടും ഉറപ്പായിട്ടും. നോക്കണേ, ഐസ്ക്രീമാണ് ഉണ്ടാക്കുന്നത്. കണ്ടു കഴിഞ്ഞാൽ ഏതാ സോപ്പ് ഫാക്ടറിയിൽ സോപ്പ് ഉണ്ടാക്കണമല്ലേ പറയും. ഭക്ഷണ വിശ്വാസികൾ, സ്ട്രീറ്റ് ഫുഡ് അല്ലേ കുഴപ്പം? ഫാക്ടറി ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന ഫുഡൊന്നും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
സ്വയം ആത്മത്യാഗം ചെയ്ത് ഭക്ഷണത്തിന് രുചി കൂട്ടി സ്വർഗ്ഗലോകം വരച്ച ഈച്ചകളെയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് ഷർട്ട് ആൻഡ് പുഴുത്ത താടി ഫ്ലേവർ റൊട്ടിയാണ്. ഡെയിലി ഒരു റൊട്ടി കഴിക്കാവുന്ന ഡോക്ടർ പറഞ്ഞു. അതിനു വേണ്ടി ഉണ്ടാക്കുന്ന റൊട്ടിയാണിത്. ഇപ്പൊ എനിക്കൊരു സംശയം, ഇങ്ങനെ പുതച്ചുറങ്ങാനാണ് ഈ പുതപ്പൊട്ടി ഉണ്ടാക്കണം അങ്ങേരി. അടുത്ത വീഡിയോ അതാണ് രസം. അയ്യോ പാവം, അവനെ ഈ മാസത്തെ റേഷൻ കിട്ടില്ലെന്ന് തോന്നുന്നു. എടാ ശവമേ മൂല എരിയോടാ. എങ്ങനെയാ നീ ഇങ്ങനെ തിന്നണം? എനിക്ക് കണ്ടപ്പോ തന്നെ എരിയാണ്. ഇവനിത് കഴിച്ചതിന് തൊട്ടടുത്ത നിമിഷം തന്നെ ബാത്റൂമിനകത്ത് മൂലമ്പൊഴിയുടെ സൂര്യന് ജന്മം കൊടുത്തെന്നാണ് അറിയാൻ കഴിഞ്ഞ. അപ്പൊ ശരി, ഞാൻ പോണ, എനിക്ക് എരിയാണ്. സഹൃദയരെ, ഭക്ഷണ വിശ്വാസികളെ, വരൂ നമുക്കിന്ന് കുറച്ച് പഞ്ചാര കണക്ക് പറയാം. ലെറ്റ്സ് സേ ദിസ് ഈസ് 40 റുപ്പീസിന്റെ മൗണ്ടൻ ഡ്യൂ ബോട്ടിൽ അതിനകത്ത് 77 ഗ്രാം ഷുഗർ ഉണ്ടെന്ന്. വെള്ളത്തിൽ കലക്കിയ പഞ്ചാര പാനം ചെയ്യാൻ നമുക്ക് പേടിയില്ല. ഉറപ്പായി ഒരു ഹാഫ് കുഴിമന്തിയുടെ കൂടെ ഈ ഒരു ബോട്ടിൽ സുഖമായിട്ട് കുടിച്ചു തീർക്കും. എന്റെ അമൃതം പൊടിക്കൽ അമ്മ ഇത്രയും ഷുഗറാ. നമുക്ക് ഉന്മാദം ഉണ്ടാക്കുന്നത് എല്ലാം ഉയിര് കളയാനുള്ളതാണ്. ഇതൊക്കെ സ്ഥിരം കുടിക്കുന്ന പാണ്ഡൻ നായരുടെ പല്ലിന്റെ ശൗര്യം ചുമ്മാ അല്ല പണ്ടേ പോലെ വലിക്കാത്ത. മതി, ഞാൻ നിർത്തി. എനിക്ക് വയസ്സാവാൻ മുന്നേ മധുര ഓർമ്മയാവാൻ താല്പര്യമില്ല. അങ്ങനെയെങ്കിൽ കറുത്ത സ്വർണ്ണം കൂടി ട്രൈ ചെയ്യണം. ഇത് 2 ലിറ്റർ ആണേ. ഇതെന്തായാലും ഒരിക്കലും ഒറ്റയ്ക്കൊരുത്തം കുടിച്ചെടുക്കില്ല. ഇതിനകത്ത് 218 ഗ്രാം ഉണ്ടെന്നാണ് പറഞ്ഞത് 2 ലിറ്ററിൽ. ഇതൊക്കെ ശ്രമിച്ച് നമുക്ക് ഉപേക്ഷിച്ചൂടെ? ഇവിടെ ബോധിധർമ്മനൊക്കെ ബൂസ്റ്റ് കുടിച്ച് വളരെ നല്ലല്ലോ, വലിയ കിടിലായത്. സുഹൃത്തുക്കളെ, നമ്മൾ ഇതൊക്കെ തിരിച്ചറിയണം. വിവേകാനന്ദനും വിവേക് ഒബ്രായും രണ്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. മദ്യവും മയക്കുമരുന്നും പോലെ മാരക വിഷമാണ് ഈ മധുരവും. മധുരത്തെ മെരുക്കാൻ പഠിച്ചവന് മനസ്സിനെ മയക്കാൻ സാധിക്കും. മധുരവും മാസ്റ്റർബേഷനും മാക്സിമം കുറയ്ക്കണം. എന്റെ കർത്തവ്യം ഞാൻ നിറവേറ്റി. ബാക്കി ഇനി നിങ്ങൾ തീരുമാനിക്കൂ. ശുഭം. സഹൃദയരെ, ഭക്ഷണ വിശ്വാസികളെ, ഓടയിൽ ഒലിച്ചു വന്നൊരു റാറ്റ്. ഐ റിപ്പീറ്റ്, ഓടയിൽ ഒലിച്ചു വന്നൊരു റാറ്റ്. അവൻ അതിൽ കണ്ടത് വെറും മീറ്റ്. എന്നിട്ട് അത് വീട്ടിൽ കൊണ്ടുവന്ന് പൊരിച്ചങ്ങ് കയറ്റി. എടാ പ്ലേഗ് പരത്തുന്ന നാറി. ഐ സേ ട്രൈ ടു ഈറ്റ് ദി നെയ്ബേഴ്സ് ഷിറ്റ് ബ്രോ. ഡാം ബ്രോ, യു ഹറാം ബ്രോ. ദ്രവിച്ചിരിക്കുന്ന ഡോഗ് ഇവന്റെ ദൃഷ്ടിയിൽ ദിൽഖുഷാണ്. അഴുകുന്ന അമ്പലപ്പാട്ട് വൈദ്യന്റെ ആത്മാവ് നിന്നെ ശപിക്കട്ടെ. ഇത് അവനെക്കാളും വലിയൊരു ആത്മചിഞ്ചിലിനാണ് ദിവൻ. അക്വേറിയം കഴുകി അതിലാകവും മുളക് നിറച്ച് അത് നമ്മളെ കാണിച്ചവച്ചരച്ചകത്താക്കി. ഹോളി മൈ മദർ മോളി, ഹൗ ഈസ് ദിസ് പോസിബിൾ? ഇവനിത് തിന്നുമ്പോ അകത്തോട്ട് ഓക്സിജൻ എടുക്കുമല്ലോ. ഓക്സിജൻ എടുത്ത ഇവന്റെ ആമാശയം കത്തും. ഇവന്റെ നെഞ്ചുടിക്കുന്ന താളം തെറ്റി പോകൂലേ? ഇവന്റെ ആത്മാവിന്റെ പാലം മുറിഞ്ഞു പോകൂലേ? ആത്മസംക്രാന്തിക്ക് വേണ്ടി ഒരു അല്പം ആസിഡ് കുടിച്ചെന്ന് പറഞ്ഞാലും ഞാൻ വിശ്വസിച്ചനെ. പക്ഷെ ഇത് എനിക്ക് അത്ര വിശ്വാസം നീ ഹോത്താത്ത. അല്ല, ഇത് നീ റിയൽ ആയിട്ട് ചെയ്യണമെങ്കിൽ സമോട് കഴുകിയ വെള്ളം ഞാൻ ഇവിടെ കോരി വെച്ചിട്ടുണ്ട്. അത് നീ കുടിക്കണം. കുടലൊന്ന് കഴുകണം അതവിടെ ഉണ്ടെങ്കിൽ. ഇത് കഴിഞ്ഞ് നീ ആ കുതിരാൻ തുറക്കം ഉണ്ടാക്കുന്ന സ്ഥലത്ത് പോയി നില്ലേ, അതുവഴി റോഡ് വെട്ടി വരുന്നവർ നിന്റെ വായിന്ന് പൃഷ്ഠത്തിലോട്ടൊരു മൂലകുലസ്ഥാനം വെട്ടിത്തരും. ഒപ്പം നിന്റെ മുതുകത്തൊരു ബോർഡ് ഹൈലി ഫ്ലെയിമബിൾ. ശുഭം. സഹൃദയരെ, ഭക്ഷണ വിശ്വാസികളെ, മതിവരാത്ത സർഗാത്മകതയിൽ കുളിച്ച പ്രാചീന പൗരനാണ് ഇവൻ. നിന്റെ കഴപ്പിന് ലോജിക്കില്ല മോനെ, അതിനോട് എനിക്ക് യോജിപ്പുമില്ല. പെട്ടിക്ക് പുറത്തിരുന്ന് ചിന്തിച്ചിട്ട് അവസാനം ഓരോ പണി കാണിച്ച് പെട്ടിക്ക് അകത്താവാതെ നോക്കണം കേട്ടാ. നീ ഈ പരാക്രമ കലയൊക്കെ എവിടെ നിന്നാ പഠിച്ച പവിത്രമണ്ടേ? ന്യൂട്ടില്ലം വാരി ഷിറ്റം പോലെ തേച്ച് വെച്ചേക്കണ പുറം മൊത്തം. അയ്യോ, നിങ്ങൾ വിചാരിക്കും ഇവൻ ആദ്യമായിട്ട് ചെയ്യണത്. ഇവ ആദ്യമായിട്ടൊന്നുമല്ല, ഇവന്റെ പേജ് മൊത്തം ഇതിന്. ഇതാണ് ഇവന്റെ കണ്ടന്റ്. ആളെ വെറുപ്പിച്ച് ആളെ പിടിക്കുന്ന പറയുന്ന ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്ന പോലത്തെ ഒരു സ്കില്ലാണ് ഇപ്പൊ ഇവനുണ്ടല്ലോ. ഇവൻ ഈ തൈര് സാധവൻ എന്തെങ്കിലും ഒരു സാധനം തിന്നാൻ വേണ്ടി വാങ്ങിച്ചിട്ട് ദേഹം മൊത്തം തേച്ച് മെഗ്ലോ മേനീക്കങ്ങാവും. പക്ഷെങ്കിൽ നിന്റെ കാര കഴിയണ വീഡിയോ എനിക്കൊന്ന് കാണണം. ഇത് എന്താണ്? ഇതിന്റെ പുറത്തോടെ ഹൽക്ക് ഹഗ് ചെയ്താ. ഇത് നോക്കൂ, വേ പ്രോട്ടീൻ വെച്ച് നിന്നെ ഈജിപ്റ്റോരെല്ലാം കണ്ട പൊക്കിയെടുത്തുകൊണ്ട് മമ്മി എന്ന് പറഞ്ഞ് കുഴിച്ചിടും. പിന്നെ നിന്റെ ഡാഡിക്ക് പോലും നിന്നെ കണ്ടുപിടിക്കാൻ പറ്റൂല. അവന്റെ കാറിനകത്ത് പ്രോട്ടീൻ ഡിസാസ്റ്റർ നടന്ന്. ലോകം പോണ പോക്കേ, അതിന്റെ കൂടെ പോണതൊക്കെ ഇതുപോലെ കോണാൻ പോയ തൊല്ലേ. കണ്ടു മാറി നിന്നാ പോരെ? നമുക്ക് ഇതൊക്കെ കണ്ട് മിണ്ടാതിരുന്നാ പോരെ? ഇങ്ങനെയുള്ളവന്മാരൊക്കെ ഏത് അംഗവകല്യ ഗണത്തിൽപ്പെടുത്തും? കുപ്രസിദ്ധി ആർജിക്കുവാൻ കോമാളികൾ കോലം കെട്ടി ഇറങ്ങുന്ന കാലം. കാണുന്നതെല്ലാം കോലം. ഇത് കറ നിറയുഗം കലിയുഗം.